ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേവിയുടെ ധ്യാന ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ ലളിതാ സഹസ്രനാമത്തിലേക്ക് കടക്കുകയാണ്. ദേവിയുടെ 1000 മന്ത്രങ്ങൾ കുറിച്ചുള്ള അറിവുകൾ നമ്മൾ ഇവിടെ പ്രതിപാദിക്കുകയാണ്. 1000 നാമാവലികൾ, 1000 മന്ത്രങ്ങളെക്കുറിച്ച്, സഹസ്രനാമങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ പോവുകയാണ്. ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീ മത്സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂതാം ദേവകാര്യസമുദ്യതാം. ശ്രീമാത, ശ്രീമാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്നവൾ, സർവപ്രപഞ്ചങ്ങളുടെയും മാതാവായിരിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. അല്ലെങ്കിൽ സർവപ്രപഞ്ചത്തിൻ്റെയും മാതാവായിരിക്കുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ശ്രീമാത എന്ന വാക്കിൻ്റെ അർത്ഥം, എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം. ശ്രീമാത, ശ്രീ ആയിരിക്കുന്നവൾ, ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്നവൾ, അതുപോലെ സർവപ്രപഞ്ചങ്ങളുടെയും മാതാവായ അമ്മയെ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ശ്രീമാത, ശ്രീ മഹാരാജ്ഞി. പിന്നെ അമ്മ എങ്ങനെയുള്ളവളാണ്? ശ്രീ മഹാരാജ്ഞിയാണ്. ഈ ലോകത്തിൻ്റെ തന്നെ സാമ്രാജ്യത്തിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ സാമ്രാജ്യത്തിൽ മഹാരാജ്ഞിയാണ്. അങ്ങനെ ആ മഹാരാജ്ഞിയായിരിക്കുന്ന, ചക്രവർത്തിനിയായിരിക്കുന്ന അമ്മയെ ഞാൻ സ്മരിക്കുന്നു. ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീ മത്സിംഹാസനേശ്വരി ദേവി. കൂടാതെ ദേവി ശ്രീ മത്സിംഹാസനേശ്വരി, വിശാലമായ വലിയ ഒരു സിംഹാസനത്തിലിരിക്കുന്നവളാണ് ദേവി. അങ്ങനെ ആ സിംഹാസനത്തിലിരിക്കുന്ന സ്ത്രീ ആയിരിക്കുന്ന, ഐശ്വര്യത്തോടു കൂടി സിംഹാസനത്തിലിരിക്കുന്നവളുമായിട്ടുള്ള ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. സിംഹാസനേശ്വരി എന്നുകൂടി പറയുമ്പോൾ സ്വന്തം വാഹനമായ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്നവൾ എന്നുകൂടി ഇവിടെ ഒരു അർത്ഥമുണ്ട്. അതായത് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഓരോ മന്ത്രങ്ങളുടെയും ആന്തരികമായ തത്വങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് ബാഹ്യമായ ഒരു സിംഹാസനത്തെക്കുറിച്ചല്ല പറയുന്നത്. നമ്മളുടെ മനസ്സാകുന്ന സിംഹാസനത്തിൽ സർവ ഐശ്വര്യസ്വരൂപിണിയായിട്ട് നിലകൊള്ളുന്ന ജഗദംബികയെക്കുറിച്ചാണ് ഇവിടെ ആന്തരികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു തത്വത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ എല്ലാം ബാഹ്യമായ വസ്തുക്കളല്ല, ഇതെല്ലാം ആന്തരികമായ തത്വങ്ങളാണ്. ശ്രീമൽ സിംഹാസനേശ്വരീം ചിദഗ്നികുണ്ഡ സംഭൂതാം. പിന്നെ ദേവി എങ്ങനെയുള്ള ആളാണ്? ചിദഗ്നികുണ്ഡ. ചിദഗ്നി എന്ന് പറയുമ്പോൾ പരമജ്ഞാനമാകുന്ന അഗ്നി എന്നാണ് അർത്ഥം. പരമമായ ജ്ഞാനമാകുന്ന അഗ്നിയിൽ നിന്ന്, ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉത്ഭവിച്ചവൾ, അറിവാകുന്ന അഗ്നിയിൽ നിന്ന് ഉത്ഭവിച്ചവൾ. ചിദഗ്നികുണ്ഡ സംഭൂതാം ദേവകാര്യസമുദ്യത. അപ്പം അറിവാകുന്ന അഗ്നിയിൽ നിന്ന് ഉത്ഭവിച്ചവൾ. അപ്പോൾ ആ ദേവി അമ്മ എന്തിനു വേണ്ടിയിട്ടാണ് ഉത്ഭവിച്ചത്? അഗ്നിയിൽ നിന്ന്, അറിവാകുന്ന അഗ്നിയിൽ നിന്ന്. ദേവകാര്യസമുദ്യത, ദേവകാര്യസമുദ്യവ, ദേവന്മാരുടെ കാര്യങ്ങളെ സാധിക്കാൻ വേണ്ടിയിട്ട്, ദേവകാര്യത്തിനാണ് ദേവി ഉത്ഭവിച്ചത്. ദേവകാര്യ സമുദ്യത. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീ മത്സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂതാം ദേവകാര്യ സമുദ്യത. ശ്രീ ഐശ്വര്യത്തോടുകൂടി ഇരിക്കുന്നവൾ, ശ്രീമാതയായിരിക്കുന്നവൾ, ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിരിക്കുന്നവൾ, ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി, ഈ ലോകത്തിൻ്റെ മുഴുവൻ രാജ്ഞിയായവൾ, ചക്രവർത്തിനിയായവൾ, ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീ മത്സിംഹാസനേശ്വരി. സിംഹാസനത്തിൽ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്നവൾ എന്നും സിംഹാസനത്തിലിരിക്കുന്നവൾ എന്നും പറയുന്നു. സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂതാം, അതായത് അറിവാകുന്ന അഗ്നിയിൽ നിന്ന്, ഹോമകുണ്ഡത്തിൽ നിന്ന് ജനിച്ചവൾ. ചിദഗ്നികുണ്ഡ സംഭൂതാം ദേവകാര്യ സമുദ്യത, ദേവന്മാരുടെ കാര്യങ്ങളെ സാധിക്കാനായിക്കൊണ്ട് അവതരിച്ചവൾ. ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിതാം രാഗസ്വരൂപ ഭാഷാഢ്യ ക്രോധകാരാങ്കുശോജ്വലാം. ഉദ്യദ്ഭാനു സഹസ്രാഭ, അതായത് ഉദിച്ചുയർന്ന ആയിരക്കണക്കിന് സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടിയവൾ. ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിതാം, അതായത് ഉദിച്ചുയർന്ന ആയിരക്കണക്കിന് സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടിയവളും.
പിന്നെ ചതുർബാഹു സമന്വിത, ബാഹുക്കളെ പറഞ്ഞ കൈകള്, ചതുർബാഹു എന്ന് പറഞ്ഞാൽ 4 തൃക്കൈകളോട് കൂടിയവള്. അതായത് എന്താണ്, ഉദിച്ചുയർന്ന ആയിരക്കണക്കിന് സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടിയവള് അവളും 4 തൃക്കൈകളോട് കൂടിയവളും രാഗസ്വരൂപ ഭാഷാഢ്യ. രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം എന്നാണ് അർത്ഥം. പ്രേമസ്വരൂപമായിരിക്കുന്ന ആയുധം കയ്യിൽ ധരിച്ചവൾ, പാശം കയ്യിൽ ധരിച്ചവൾ. ക്രോധകാരാങ്കുശോജ്വല, അതായത് ക്രോധകാരാങ്കുശോജ്വല, ക്രോധസ്വരൂപമാകുന്ന ആയുധം കയ്യിൽ ധരിച്ചവൾ, ക്രോധസ്വരൂപമായിരിക്കുന്ന അല്ലെങ്കിൽ ക്രോധമാകുന്ന തോട്ടി കയ്യിൽ ധരിച്ചവൾ. അതായത് ഇവിടെ ക്രോധമാകുന്ന തോട്ടി കയ്യിൽ ധരിച്ചവൾ എന്ന് പറയുമ്പോൾ ക്രോധത്തെ നമ്മളുടെ കൺട്രോളിൽ നിർത്താൻ സാധിക്കുന്നവൾ എന്നാണ്. അതായത് ദേവി ക്രോധത്തെയും മോഹത്തെയും, അതായത് മനുഷ്യൻ്റെ മത മത്സല്യ മോഹ അഹങ്കാരാദികളെല്ലാം, മതം മത്സല്യം അങ്ങനെയുള്ള അഹങ്കാര, അസൂയ അങ്ങനെയുള്ള ഇത്യാദി അഹങ്കാരങ്ങളാകുന്ന എല്ലാ വസ്തുക്കളെയും നിയന്ത്രിച്ചവൾ എന്നാണ്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് എത്തിയവൾ എന്ന്. നമ്മളുടെ സ്വരൂപം എന്താണ്? നമുക്ക് ഇതിനെയൊന്നും നിയന്ത്രിക്കാൻ സാധിക്കില്ല. ചില സമയത്ത് നമ്മൾ ദേഷ്യപ്പെടും, ചില സമയത്ത് നമ്മളെ ദേഷ്യപ്പെട്ട് ആകെ വിഷമിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ ദുഃഖിച്ചുകൊണ്ടിരിക്കും, ചിലന്ന് സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ ഈ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ക്രോധത്തിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എത്തിയവളാണ് ദേവി. അങ്ങനെയുള്ള ക്രോധത്തെ ഹനിച്ചവൾ, അല്ലെങ്കിൽ ക്രോധത്തെ തൻ്റെ വരുതിയിൽ വരുത്തിയവൾ എന്നുകൂടി നമുക്ക് ഇവിടെ അർത്ഥമാക്കാം.